മോഹൻ വർഗീസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ സംശയമാണ് ഞാൻ നേരത്തെ ഉന്നയിച്ചത്. അതായത് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മാത്രവുമല്ല, അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചാണ് ഇപ്പോഴും ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം സ്വാഭാവികമായും ട്രംപിനെ പോലെ ഒരാൾ ഇങ്ങനെയൊരു വെടിനിർത്തലിലെ ധാരണയിലേക്ക് എത്തി എന്ന് പറഞ്ഞതിന് ശേഷം അതേ ട്രംപിന് തന്നെ അത് തിരുത്തി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ അതും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ അനുസരിച്ച് ആടിത്തീർത്തു എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. ട്രംപിന് എല്ലാം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ്, അതിന്റെ തലപ്പത്താണല്ലോ ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്നത്. ആ അമേരിക്കയുടെ പ്രയോറിറ്റീസ് വ്യക്തമായി അറിയാം, ട്രംപിനും അറിയാം, ട്രംപിന്റെ ടീമിനും അറിയാം. അങ്ങനെയെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി ആണവ വിമുക്തമാക്കാൻ ഈ സ്ട്രൈക്ക് പോരാ എന്നറിയാം. ഇറാൻ ഒരു വിപത്തായി നിലനിൽക്കേണ്ടത് മറ്റാരേക്കാളും അമേരിക്കയുടെ ആവശ്യമാണ്. ഇസ്രായേലിന്റെ ആവശ്യമല്ല, പക്ഷെ അമേരിക്കയുടെ ആവശ്യമാണ്. ഒരു ഭീഷണിയായി നിന്നെങ്കിൽ മാത്രമേ ഇസ്രായേൽ അമേരിക്കയെ ആശ്രയിക്കൂ, ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കൂ. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ നിൽക്കണം. ഭരണമാറ്റം എന്നൊക്കെ പറയുന്നത്, റെജീം ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ആയിരുന്നു. അത് ഒരിക്കലും അമേരിക്ക ആഗ്രഹിച്ചില്ല. ആയത്തുള്ള അലി ഖൊമൈനി നയിക്കുന്ന അമേരിക്ക വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ഭരണകൂടം അവിടെ നിലനിന്നെങ്കിൽ മാത്രമേ അറബ് രാജ്യങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകൂ. അതുമാത്രമല്ല, ഒരു പടി കൂടി കടന്നു ചിന്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു കരുതൽ മാത്രമാണ് എന്നിപ്പോൾ കരുതിയാൽ മതി. അതായത് ഏതെങ്കിലും ഒരു അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്താതിരിക്കില്ല. കാരണം അമേരിക്ക ഹിറ്റ് ചെയ്യുമ്പോൾ, ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ ആഴത്തിൽ ഹിറ്റ് ചെയ്യുമ്പോൾ, മറുപടി എന്ന നിലയിൽ സിംബോളിക് ആയിട്ടെങ്കിലും ഇറാൻ അമേരിക്കൻ താവളങ്ങളെ ഹിറ്റ് ചെയ്യും. 19 താവളങ്ങളാണുള്ളത്. അതെല്ലാം വിവിധ അറബ് രാജ്യങ്ങളിലാണെന്ന് ഓർക്കണം. അവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ടാർഗറ്റ് നോക്കൂ, ഇതൊരു ന്യൂട്രൽ രാജ്യമാണ്. ഖത്തറിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അറബ് മേഖലയിൽ പരസ്പരം തർക്കമുണ്ടാകുമ്പോഴും ഇസ്രായേലുമായി തർക്കമുണ്ടാകുമ്പോഴും എപ്പോഴും ഇടനില വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് ഓർക്കണം. പലസ്തീൻ ഇറാഖ് ഇസ്രായേൽ പ്രശ്നം വന്നപ്പോൾ ഹമാസിന് വേണ്ടി വക്കാലത്ത് പിടിച്ചത് ഖത്തറാണെന്ന് ഓർക്കണം. ഇസ്രായേലിന് വേണ്ടി സംസാരിച്ചത് ഖത്തറാണെന്ന് ഓർക്കണം. രണ്ടു കൂട്ടരെയും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്നത് ഖത്തറാണെന്ന് ഓർക്കണം. അപ്പൊ ഖത്തറിന് ഇറാനുമായും അടുത്ത ബന്ധമുണ്ട്, ഇറാന്റെ പ്രോക്സീസുമായും ബന്ധമുണ്ട്, ഇസ്രായേലുമായും ബന്ധമുണ്ട്. അമേരിക്കയുടെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ സേനാതാവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിനുള്ളിലാണ് എന്ന് ഓർക്കണം. ഖത്തറിന് അധികം വിമാനത്താവളങ്ങളൊന്നുമില്ല. ഒരു വിമാനത്താവളവും മറ്റൊരു പഴയ വിമാനത്താവളവും പിന്നെ ഈ അമേരിക്കൻ ബേസുമാണുള്ളത്. അവിടേക്ക് ആക്രമണം വരുമെന്ന് ഖത്തറിന് മുൻകൂട്ടി അറിയാമായിരുന്നു. ഖത്തർ അൽത്താനി എന്ന അവിടുത്തെ പ്രധാനമന്ത്രിയാണല്ലോ ഇതിന് മധ്യസ്ഥത വഹിച്ചതെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ അൽത്താനിക്ക് അറിയാം, അമേരിക്കൻ പ്രസിഡന്റിന് അറിയാം, ഇറാൻ അറിയാം, എല്ലാവർക്കും അറിയാം അങ്ങോട്ടൊരു ആക്രമണം വരുമെന്ന്. അങ്ങോട്ടൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യവുമല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഖത്തറിനെ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വന്നാൽ മറ്റ് അറബ് രാജ്യങ്ങൾ അവരെല്ലാം ദേ ക്യാൻ ബി കെപ്റ്റ് ഇൻ ദ ഡാർക്ക്. അവരെല്ലാം വിചാരിക്കും ഇനി തങ്ങളുടെ ഊഴമാണ്, തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമണം വരും. അമേരിക്കൻ ബേസ് ആണെങ്കിൽ പോലും തങ്ങളുടെ രാജ്യത്തേക്ക് ഇറാന്റെ ആക്രമണം വരും. തങ്ങൾക്ക് പ്രതിരോധം ഒരുക്കണം. അതിന് അമേരിക്ക അല്ലാതെ, അത്രയും ശക്തമായ അമേരിക്ക അല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ മാസത്തെ മധ്യേഷ്യ പശ്ചിമേഷ്യ സന്ദർശനം. അവിടെ ഒപ്പുവെച്ച ഡീലുകൾ നോക്കൂ. സൗദി അറേബ്യയുമായും അപ്രതീക്ഷിതമായി UAE-യുമായിട്ടും ഖത്തറുമായിട്ടും എല്ലാം ഡിഫൻസ് പാക്കേജുകൾ ഒപ്പുവെക്കുകയാണ്. ഒരു ഡീലറായ ട്രംപിന് അറിയാം എങ്ങനെ കച്ചവടം നടത്തണമെന്ന്. ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട്, ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട്, സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് ഓയിൽ റിച്ചായ മണക്കൊഴുപ്പുള്ള അറബി ഇസ്ലാമിക രാജ്യം, പ്രത്യേകിച്ച് GCC ബെൽറ്റിലുള്ള രാജ്യങ്ങളുമായി ഒന്നൊന്നായി കരാറുകളിൽ ഏർപ്പെടാനുള്ള അന്തരീക്ഷം, അതേപോലെ അമേരിക്കൻ താവളങ്ങൾ തുടർന്നും അവിടെ നിലനിർത്താനുള്ള ഒരു അന്തരീക്ഷം, ഇതെല്ലാം സംജാതമാകണമെന്നല്ലാതെ ഇറാന്റെ ആണവ കപ്പാസിറ്റി പൂർണ്ണമായി തടയണമെന്ന് അമേരിക്ക ഒരിക്കലും ആഗ്രഹിച്ചു കാണില്ല. അതങ്ങനെ തന്നെ നിൽക്കണം. പക്ഷെ തൽക്കാലത്തേക്ക് ഇസ്രായേലും ആശ്വാസമാണ്. ഏതാനും വർഷത്തേക്ക് ഒരുപക്ഷെ ഫിസൈൽ മെറ്റീരിയൽ കടത്തിക്കൊണ്ട് പോയാലും, ടെക്നോളജി കൈവശമുണ്ടെങ്കിലും അതിനുള്ള നിലയങ്ങൾ തകർത്ത സ്ഥിതിക്ക് അതിൽ കാര്യമായ തകർച്ച ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഉടനടി സമ്പുഷ്ടീകരണം ഒന്നും നടക്കില്ല. ഏതാനും വർഷത്തേക്ക് ഇസ്രായേലിനും ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ഓൾ ദ കീ പ്ലെയേഴ്സ്. നഷ്ടം സംഭവിച്ചത് ഇത് കണ്ടുനിന്ന ആളുകൾക്കും ആ പ്രദേശത്തുള്ള സാധാരണ ജനങ്ങൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒക്കെ തന്നെയാണ്. ശ്രീജിത്ത് പണിക്കർ